അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൃത്യമായ ചില പ്ലാനുകൾ അതിന് ചെയ്യേണ്ടതുണ്ട്. കണക്ക് കൂട്ടി ഓരോരുത്തർക്കും എത്ര സക്കാത്ത് കൊടുക്കണം എന്ന് നാം സ്വയം തീരുമാനിക്കുക. നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ്. ഓരോ ശാഖയിലും സക്കാത്ത് കമ്മിറ്റികൾ ഉണ്ടാവണം. നമ്മുടെ ശാഖയിൽ ആ ഒരു ശാഖയിൽ ഒരു 100 ഉറുപ്പികയെ നിങ്ങൾക്ക് സക്കാത്ത് കിട്ടിയുള്ളൂവെങ്കിൽ അത് മതി. നമ്മൾ നേരത്തെ നമ്മുടെ നാട്ടിലെ ശാഖയ്ക്ക് കീഴിലുള്ള അല്ലെങ്കിൽ പള്ളിക്ക് കീഴിലുള്ള സമ്പന്നന്മാരായ സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ള ആളുകളെ നേരത്തെ ഈ കാര്യം അറിയിക്കണം. അവരുമായി നേരിട്ട് കണ്ടു ചെന്ന് അറിയിക്കണം. സ്ത്രീകളെയും നമ്മൾ ഈ കാര്യം ബോധ്യപ്പെടുത്തണം. ആഭരണത്തിൻ്റെ സക്കാത്തുണ്ടെങ്കിൽ അത് അണിഞ്ഞുകൊണ്ട് നടക്കുന്നത് തീയാണ്, നരകമാണ് എന്നവരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ള ആളുകൾ അവർ നമ്മുടെ ശാഖയുമായി മുഴുവൻ അവരുടെ സക്കാത്തിൻ്റെ വീതവും ശാഖയിൽ തന്നുകൊള്ളണമെന്നില്ല. അവർക്ക് അവരുടേതായ കുടുംബത്തിലും അടുത്തവരിലും ഒരുപക്ഷെ സക്കാത്ത് കമ്മിറ്റി മുഖേന കൊടുക്കേണ്ടതില്ലാത്ത ആളുകളുണ്ടായിരിക്കാം. അവർ അങ്ങനെ കൊടുക്കട്ടെ. പക്ഷേ നല്ലൊരു വിഹിതം ശാഖയുമായി സഹകരിക്കാനും അവരുടെ സക്കാത്ത് സന്തോഷത്തോടുകൂടി അവരിൽ നിന്ന് വാങ്ങാനും നമ്മളൊരു സംവിധാനം ഒരുക്കണം. നമ്മളെ ഖത്തീബുമാർ, പ്രഭാഷകന്മാർ ഈ കാര്യം ഉത്ബോധിപ്പിക്കണം. നമ്മൾ വീടുകളിൽ ചെന്നിട്ടെങ്കിലും ആ കാര്യം അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് സുതാര്യമായി ഒരു സക്കാത്ത് ശേഖരണ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാവണം. നമ്മുടെ ശാഖയിൽ പാവപ്പെട്ട വീടില്ലാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ, ചികിത്സിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന രോഗികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിത്യ തൊഴിലിന് മാർഗമില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു തൊഴിലുണ്ടാക്കി കൊടുക്കാനുള്ള അവസരം നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യനെ ദാരിദ്ര്യത്തിൽ നിന്ന് എന്നേക്കുമായി കരകയറ്റുവാനുള്ള ഒരു സംവിധാനമായിരിക്കണം നമ്മുടെ ശാഖയിലെ പരിമിതമായ സക്കാത്ത് സംവിധാനം. എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. ഒരാളുടെ പ്രശ്നമെങ്കിലും പരിഹരിക്കാൻ, അല്ലെങ്കിൽ പാവപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്ക്, കഷ്ടപ്പെടുന്ന ദരിദ്രന്മാർക്ക് നിത്യ ചെലവ് കഴിയാനെങ്കിലുമുള്ള സഹായം നമ്മൾക്ക് കൊടുക്കാൻ, റേഷൻ കൊടുക്കുന്നത് പോലെ കൊടുക്കാനെങ്കിലും സക്കാത്തിനെ ഉപയോഗപ്പെടുത്തി ആളുകളെ സ്വയം പര്യാപ്തരാക്കി പട്ടിണിയിൽ നിന്ന് ജനങ്ങളെ അകറ്റിയെടുക്കാൻ കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും നമ്മുടെ ശാഖയിൽ ഉണ്ടാവണം. നമ്മളെ പള്ളി കേന്ദ്രമാക്കി ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ ഓരോ ശാഖാ പ്രവർത്തകരോടും, ഓരോ ഇസ്ലാഹി ബന്ധുക്കളോടും, ഓരോ വിശ്വാസികളായ സഹോദര സഹോദരിമാരോടും ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശാഖ, നമ്മുടെ മസ്ജിദ് ഒരു ജനങ്ങളുടെ അഭയകേന്ദ്രമാവട്ടെ. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് സഹായം ചോദിക്കാനുള്ള ഒരു അഭയകേന്ദ്രമായി നമ്മുടെ മസ്ജിദുകളും നമ്മുടെ ശാഖകളും മാറണം. നാം ശ്രമിക്കുക. തീർച്ചയായും അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.